നമസ്കാരം. നമ്മുടെ KT ജലീൽ സാറ് ഇന്ന് ചാനലിൽ മദ്രസയിൽ പോയ കുട്ടികളാണ് കൂടുതലും ഇത്തരം വേണ്ടാത്ത വൃത്തികൾക്ക് പോകുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് കണ്ടു. അദ്ദേഹം പറയുന്നത് എന്താ തെറ്റ്? വളരെ കറക്റ്റാണ്. ക്രിസ്ത്യൻസിലും ഹിന്ദുസിലൊന്നും മതപഠനങ്ങൾ, മുസ്ലിംസിൽ മദ്രസ രാവിലെ പറഞ്ഞേക്കുമ്പോഴത്തെ മതപഠനങ്ങളൊന്നും ക്രിസ്ത്യൻസിലും ഹിന്ദുസിലും ഇല്ല, മറ്റുള്ള മതങ്ങളിലൊന്നുമില്ല. 100 കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, മയക്കുമരുന്നിലുണ്ടെങ്കിൽ അതിൽ 95 മുസ്ലിംസാണ്. 100 കുട്ടികൾ ചാടിപ്പോയിട്ട് പെൺകുട്ടികൾ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ 95% മുസ്ലിംസ് പെൺകുട്ടികളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മുസ്ലിംസ് പെൺകുട്ടികളാണ്. ഇതൊക്കെ മതപഠനം കൊടുത്ത് മതപഠനം പഠിച്ച കുട്ടികളാണ് ഇതൊക്കെ. പിന്നെ KT ജലീൽ സാർ പറയുന്നതിൽ എന്തൊരു തെറ്റുള്ളത്? മറ്റുള്ള സമുദായത്തിലൊന്നും ഇത്ര മോശപ്പെട്ട രീതിയിലുള്ള കുട്ടികൾ പോകണില്ല. അവർക്കൊന്നും ഈ മതപഠനം കൊടുക്കണമില്ല. ഹിന്ദുസിൽ, ക്രിസ്ത്യൻസിലും ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ മതപഠനങ്ങൾ കൊടുക്കുന്നത് നന്ന രാവിലെ കാലത്ത് 5:30 മണിക്ക് 6 മണിക്ക് നീച്ചിട്ടാണ് ഈ കുട്ടികൾ ഈ മദ്രസയിൽ പോണത്. എന്നിട്ട് എന്താണ് അതിന് പഠിച്ചിട്ട് കാര്യം എന്നാണ് കാണുന്നത്? മുസ്ലിംസ് പെൺകുട്ടികളാണ് ഈ വേണ്ടാത്ത വൃത്തികൾക്ക് പോകുന്നത്. 85-90% ഈ MDMA മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് മുസ്ലിംസ് സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. അതൊക്കെ മദ്രസ പോയതല്ലേ, മദ്രസ വിദ്യാഭ്യാസം പഠിച്ചതല്ലേ. എന്തായാലും കാര്യം എന്നുള്ള സംഭവം ശരിയാണ്. KT ജലീൽ പറയുന്ന ഒരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ പിടിച്ച മയക്കുമരുന്ന് കേസിൽ അതിൽ 80% മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പയ്യന്മാരുമാണ്. ഇവർക്ക് എന്തിനാണ് മതപഠനം? ഇവർക്ക് മദ്രസ പോണ്ട്, രാവിലെ നന്നരാവിലെ മദ്രസ പോണ്ട്. അതൊരു കാര്യമില്ല. മദ്രസ പോയിട്ട് അവിടുന്ന് മുതലേ പീഡനമാണ് വരുന്നത്. ചില ഉസ്താദുമാരുടെ പീഡനങ്ങൾ. ഇതാണ് മദ്രസ പോയിട്ട് കിട്ടാൻ പോകുന്നത്. എന്നാൽ മറ്റുള്ള സമുദായക്കാരിൽ ഇത്രയും മോശപ്പെട്ട രീതിയിൽ നമ്മൾ കാണാൻ കഴിയുന്നില്ല കേട്ടോ. ചാടി പോകുന്നതിലും എല്ലാ വേണ്ടാത്ത വൃത്തിയിലും ഒക്കെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ഉള്ളൂ. ഇത് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒറ്റപ്പെടും. ഇപ്പോൾ KT ജലീൽ ഒറ്റപ്പെടുത്തുമ്പോൾ ഓ മോശക്കാരനാണ്, ഓൻ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ മതപഠനം? അതിൻ്റെ ഗുണം എന്താണ്? ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ കംപ്ലീറ്റ് ഈ ആദ്യ കുട്ടികളാണ്. ഒക്കെ മുസ്ലിംസ്. 95% ഈ മയക്കുമരുന്നും ചാടിപ്പോക്കും വേണ്ടാത്ത വൃത്തികളും കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സമുദായം. ഇപ്പോൾ പിടിച്ച കേസുകൾ കണ്ടില്ല, എത്ര പിടിച്ചു ഇപ്പോൾ ഈ വിഷയം കാരണം. അതിൽ എത്ര ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അവരെത്ര ഉണ്ട്, ഇവരെത്ര ഉണ്ട്, മറ്റെത്ര ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. കാലത്തിൻ്റെ പോക്കേ. പക്ഷേ ഈ മയക്കുമരുന്ന് കൂടാനുള്ള കാരണത്തിൻ്റെ ഒന്നാമത്തെ കാരണം കോടതിയാണ്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് കോടതിയാണ്. ഈ പോലീസുകാർ ഈ പ്രതികളെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് റിമാൻഡിൽ പോയി 14 ദിവസം കഴിഞ്ഞ് ഇതിനെ 1-2 മാസം കിടന്ന തെളിവില്ലാറിന് വിടും, അതല്ലെങ്കിൽ ജാമ്യത്തിന് വിടും. ഇത്രയേ ഉള്ളൂ പിടിക്കപ്പെട്ടാൽ എന്നുള്ളത് ഈ ക്രിമിനൽ പ്രതികൾക്ക് അറിയാം. കൊല നടത്തിയാലും ശരി, മയക്കുമരുന്ന് ഡീലിംഗ് നടത്തിയാലും ശരി, ഇത്രയേ ഉള്ളൂ. കോടതിയിൽ പോയാൽ കോടതിയുടെ ശിക്ഷ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇവർ അറിഞ്ഞു കഴിഞ്ഞു. കോടതിയുടെ ശിക്ഷ ഒന്നും കൂടി കടുപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിർത്താൻ മാത്രമുള്ളൊരു വിഷയമുള്ളൂ. മയക്കുമരുന്നും MDയും അനാവശ്യമായുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അതിന് കോടതി ശ്രമിക്കണം. പോലീസ് ഏത് കേസും പൊക്കും. പോലീസിന് പൊക്കാൻ പറ്റാത്ത ഒരു കേസും ഇല്ല. പക്ഷെ പോലീസ് പൊക്കിയാൽ എന്താ കാര്യമുള്ളത്? കോടതി പോയാൽ അതിന് ചിലതിന് തെളിവില്ല, ചിലത് 6 മാസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ വിടും. അത്രേ ഉള്ളൂ. ഇവിടുത്തെ കോടതി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോടതിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ശിക്ഷ കോടതിയിൽ പോരാ. കോടതിയിൽ ശിക്ഷ കടുപ്പമാക്കണം, സ്ട്രോങ് ആക്കണം ശിക്ഷ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഒതുങ്ങാൻ മാത്രമേ ഉള്ളൂ.